മഞ്ഞുമൽ ബോയ്സ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഇന്ത്യൻ സർവൈവൽ ത്രില്ലർ മൂവി എവർ. ഹോളിവുഡിലും മറ്റ് ഇൻഡസ്ട്രീസിലൊക്കെ തന്നെ ഒരുപാട് കുറേ നല്ല സർവൈവൽ ത്രില്ലർ സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ ഇതുപോലൊരു ഐറ്റം ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. അതുകൊണ്ട് ഐ എം വെരി സോ പ്രൗഡ്. മലയാളത്തിൽ നിന്നും ഇങ്ങനത്തെ ഒരു സിനിമ നമ്മൾ വേൾഡിന് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു മലയാളി എന്ന നിലയ്ക്ക് ഞാൻ വളരെയധികം പ്രൗഡ് മൊമെൻറ്റിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. പറയും തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ആദ്യം ഒരു കിടിലം പടം. ഈ ഒരു യൂഷ്വൽ അല്ലെങ്കിൽ കാഷ്വൽ മോഡിലാണ് സിനിമ തുടങ്ങുന്നത്. പക്ഷെ ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് ഈ സിനിമയുടെ എലിവേഷൻ പോയിന്റ് അല്ല എവിടെയായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു പോയിന്റ് മുതൽ ഈ സിനിമ ഒരു വേറെ ട്രാക്കിലാണ് പോകുന്നത്. ഇതിലെ ക്യാരക്ടേഴ്സിനൊക്കെ ഞെട്ടിത്തെരിച്ച് അവരുടെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ പോലെ തന്നെ ഈ സിനിമയുടെ അതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മൈൻഡേ അല്ല, ആ ഒരു വൈബ് മുഴുവനായിട്ട് മാറിയിട്ട് ഒരു പക്ക പീക്ക് ത്രില്ലർ അല്ലെങ്കിൽ സർവൈവൽ മോഡിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുന്നുണ്ട്. അത് അവസാനം വരെ ഒരു കുറേ സമയത്ത് ഭയങ്കരധികം ഇമോഷണലാവും നമ്മൾ. അതിപ്പോൾ നമുക്ക് സങ്കടം വന്നിട്ടൊന്നും മാത്രമല്ല, നമുക്ക് പല സീക്വൻസുകൾ, പല സിറ്റുവേഷൻസ്, അവരനുഭവിക്കുന്ന ഒരു പെയിൻ ആൻഡ് ട്രോമ, ദെൻ പല പ്രൗഡ് മൊമെൻറ്റ്സ് ഒക്കെ തന്നെ ഉണ്ട് സിനിമയിൽ. അത്തരത്തിൽ ഒരുപാട് ഇമോഷണലി കുറേ സ്ഥലത്ത് കണ്ണ് നിറഞ്ഞൊരു സിനിമ കൂടിയാണ്. ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനത്തെ ഒരു സിനിമയ്ക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതിലെ പല സിറ്റുവേഷൻസും പല സീക്വൻസും അതേപോലെ നമുക്കിപ്പോൾ ഈ ഗുണ ചിത്രത്തിലെ ഒരു പാട്ട്, അത് ഇതിൻ്റെ ട്രെയിലർ എന്നല്ല, ഈ സിനിമയുടെ മൊത്തത്തിലുള്ള തീം തന്നെയാണ്. കൊടൈക്കനാലിലേക്ക് ഒരു ടൂർ പോകുന്നു, അതും ഗുണ കേവ്സ് കാണാൻ വേണ്ടി പോകുന്നു. സോ ആ ഗുണ കേവുമായി ബന്ധപ്പെട്ടുള്ളൊരു സിനിമ എന്ന രീതിക്കല്ല ഈ സിനിമയിൽ കൺമണി അൻപോട് കാതൽ എന്ന് പറഞ്ഞ ഒരു പാട്ട് ഇട്ടിരിക്കുന്നത്. അതിന് പുറകിലുള്ള ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ അത് പ്ലേസ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു അത് എത്ര ഒരു ക്യാച്ച് ചെയ്തെന്ന് എനിക്കറിയില്ല. ആ ലൈൻസാണ് ഈ സിനിമ മുഴുവനായിട്ട്. ആ പാട്ട് തന്നെയാണ് ഈ പടം. ആ പാട്ടിൻ്റെ പിക്ചറൈസേഷനാണ് ഈ പടം എന്ന് വേണമെങ്കിൽ പറയാം. അത്ര ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ഈ സിനിമ. ആൻഡ് പല സീക്വൻസുകൾ സ്പൂൺ ഫീഡ് ചെയ്യാനൊന്നും ഈ ഡയറക്ടർ ശ്രമിക്കുന്നില്ല. എന്താണ് ദൈവം എന്നുള്ളതൊക്കെ കുറേ ഡയലോഗൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ സ്ക്രീനിൽ ഇങ്ങനെ നമുക്ക് പറഞ്ഞു തരാതെ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് അതിമനോഹരം. സോ ക്ലോസ്ട്രോഫോബിക് എഫക്റ്റ് ഉള്ള കുറേ ആൾക്കാരൊന്നും ഈ സിനിമ കാണരുത്. ഇതുപോലത്തെ കുറേ സിനിമകളുണ്ടെങ്കിലും ഈ സിനിമയ്ക്ക് അതിൻ്റെ ഒരു ആർട്ട് വർക്ക്, അതിൻ്റെ മേക്കിങ്ങിൽ പിടിച്ചിട്ടുള്ളൊരു പടമാണ്. കാരണം ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്തിരിക്കുന്ന അവരുടെ ഇമോഷൻസും അല്ലെങ്കിൽ ഈ ക്യാരക്ടേഴ്സിൻ്റെ പെർഫോമൻസ് കൊണ്ട് മാത്രമല്ല, ആ സെറ്റ് വർക്ക്, ആർട്ട് വർക്ക്, ദെൻ അതിൽ കൊടുത്തിട്ടുള്ള മൈന്യൂട്ടായിട്ടുള്ള സൗണ്ട് മിക്സ്, ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ വെച്ചിട്ട് മേക്കിംഗ് വൈസ് ഇങ്ങനത്തെ ഒരു പടം വേറെ നമ്മൾ മലയാളത്തിൽ നിന്ന് അധികം കണ്ടിട്ടുണ്ടാവില്ല. എല്ലാം കൊണ്ടും നമുക്ക് വേറെ ആളോട് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, ഓക്കെ ഞങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ ഒരു പടം ഉണ്ട്, സർവൈവൽ ത്രില്ലറാണ് വേണ്ടത്, ഇങ്ങനത്തെ ഒരു സാധനം തരാമെന്ന് പറഞ്ഞിട്ട് എടുത്ത് കൊടുക്കാൻ പറ്റുന്ന, റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന അതിമനോഹരമായിട്ടുള്ള പടം. ഇനിയും ഇങ്ങനത്തെ കുറേ ഗംഭീര സാധനങ്ങൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് വരണം. എന്നിട്ട് നമുക്ക് തലയുയർത്തി നിൽക്കണം നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്നാണ്. വെറുതെ കുറേ ഒരു മനുഷ്യന് വേണ്ടാത്ത പടങ്ങൾ എടുത്തിട്ട് വെറുതെ ബാക്കിയുള്ളവരെ മെക്കെട്ട് കയറുന്നതിന് പകരം ഇങ്ങനത്തെ ഗംഭീര സാധനങ്ങൾ ഇറക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. ആ ഒരു വില വേറെ ആരും കൊണ്ട് കളയരുത്. സോ ഇതൊക്കെ കണ്ട് പഠിക്കുക ബാക്കിയുള്ളവരെന്ന് പറയാനുള്ളൂ. അത്ര കിടിലൻ സാധനം, പീക്ക് ഐറ്റം, ഒരു രക്ഷയില്ലാത്ത ഐറ്റം. തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. ഇതിനെപ്പറ്റി കൂടുതൽ എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല. കാരണം അതൊരു എഫക്റ്റാണ് എനിക്ക് കിട്ടിയത്. ഒരു പക്ഷേ ഇതേപോലെ ആയിരിക്കില്ല എല്ലാവർക്കും. സോ എന്താണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എനിക്ക് ഈ സിനിമയിൽ ഒരു പ്രശ്നമായിട്ട് തോന്നി, ആ ഒരു സിനിമാറ്റിക് റേഷ്യോയിലല്ല ഈ സിനിമ ചിത്രീകരിച്ചിട്ടുള്ളത്. മറ്റേ ഒരു 4:3 എന്നുള്ള ആ ഒരു ആസ്പെക്റ്റിലാണ്. ചില സിനിമകൾക്കൊക്കെ ഒരു പക്ഷേ ചിലപ്പോൾ ഇത് ഇഷ്ടമാവും. അല്ലെങ്കിൽ ഇപ്പോൾ ബ്രഹ്മയുഗമൊക്കെ കണ്ടപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു. അല്ലെങ്കിൽ ഇതിന് മുമ്പ് നമ്മൾ മുകുന്ദൻ ഉണ്ണിയോ അല്ലെങ്കിൽ ഇന്നത്തെ കേസുകളൊക്കെ ഈ റേഷ്യോ തന്നെയാണ്. പക്ഷേ ഈ സിനിമയ്ക്ക് ആ ഒരു സിനിമാറ്റിക് നോർമൽ സിനിമാസ്കോപ്പ് റേഷ്യോ ആയിരുന്നെങ്കിൽ കുറേ കൂടി നന്നായിരുന്നെന്ന് തോന്നി. പക്ഷേ ഇതിലും സ്റ്റിൽ അതൊക്കെ നമ്മൾ മറന്നു, 2 ബാറുള്ളതും നമ്മൾ ചിന്തിക്കുക പോലും ഇല്ല. സിനിമ അത്ര അധികം എൻഗേജിങ് ആണ്, പീക്ക് സാധനമാണ്. ഇതിൽ പലരും ഒരു പക്ഷേ ഇതിന് ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ്, സെക്കൻഡ് ഹാഫ് എങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കുറേ കേൾക്കുമായിരിക്കും. പക്ഷേ ഒന്നും നോക്കണ്ട, തീർച്ചയായിട്ടും ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റുന്ന കിടിലം പടമാണ്. തീർച്ചയായിട്ടും മിസ്സാക്കാതെ കാണണ്ട ഒരു മസ്റ്റ് വാച്ച് ഐറ്റം എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. സോ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി ഈ സിനിമ എക്സ്പീരിയൻസ് ചെയ്യുക. ഇറ്റ് വിൽ ബി എ ട്രീറ്റ്, ഇറ്റ് വിൽ ബി സോ ഇമോഷണൽ. മറ്റൊരു വീണ്ടും കാണാം. നന്ദി.